ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്നൊരു പുതിയ അതിഥി ഉണ്ട്. നല്ല കാറ്റും മഴയൊക്കെ ആയിരുന്നു. മഴയും കാറ്റുമൊക്കെ ആയപ്പോഴത്തേക്കും എവിടുന്നോ ഒരെണ്ണാകുഞ്ഞ് മുറ്റത്ത് വന്നു വീണു. അവനെ എടുത്ത് അന്നേരം വന്നപ്പോൾ മുന്നോളം കയറുന്നു. പിന്നെ ഒരു രക്ഷയില്ല, ഇറങ്ങുമല്ലോ. അതെന്നാന്നോ നനഞ്ഞു കുളിച്ച് മുറ്റത്ത് വീണപ്പോ എടുത്ത് തോർത്തിയോണ്ടായിരിക്കും ഇത്ര സ്നേഹം. ആയിരിക്കും എന്നെ ആളെയും നീ ഇവന്റെ ആരെങ്കിലും ബന്ധുക്കാരും എല്ലാം അന്വേഷിച്ച് വിടുവാണെങ്കിൽ തിരിച്ചു വിട്ടേക്കാം അല്ലേ? ഇതിന്റെ അലക്ക് കേട്ടിട്ടാണോ അറിയത്തില്ല. ആ പൂച്ചയ്ക്ക് മുറ്റത്ത് തേടി വന്നിരുന്ന് കാണുന്നുണ്ട്. ഏതായാലും ഇനിയിപ്പോ അവരുടെ ആൾക്കാരായാലും വരുന്നുണ്ടോ എന്നാ അവര് വരുന്നതിന് മുന്നേ എന്നാ സംഭവം? നല്ല ആലങ്കോലപ്പണിയൊക്കെ ചെയ്താണല്ലോ വെച്ചിരുന്നത്. ആണോ? പുതിയ സവോള പൊളിച്ചേട്ടെ. റൈഡോ കണ്ണാപ്പി വാ. ഇല്ല അവന്റെ സ്ഥിരം സ്ഥലമായി. എന്തൊരു സ്നേഹം. രക്ഷിച്ച ആളിനോടായിരിക്കും ഇത്ര വലിയ സ്നേഹം. ഞാനല്ല രക്ഷിച്ചത് കോപ്പിയാണ്. അവന്റെ അടുത്ത് പോവുകയല്ല. അതെ, എടുത്തോണ്ട് വന്നപ്പോ പേടിച്ചു പോയി കാണും. വെള്ളം കൊടുത്തു തോർത്തി പിന്നെ പൂച്ച പിടിക്കാതിരുന്നാ മതിയായിരുന്നു. നിനക്ക് വാങ്ങിച്ചോണ്ട് വന്നാണ് ഒരു പട്ട പഴമുണ്ട്, വേണോ? അതാ പറഞ്ഞു വേണം തിന്നോലെ. പഴം വേണോ? പഴം വേണോ? തിന്നു. എനിക്ക് പാലും വേണ്ട പഴവും വേണ്ട. കണ്ണാടി വെച്ചോണ്ടിരിക്കും. കണ്ണാടി ഇല്ലാഞ്ഞിട്ട് ഇങ്ങനെ തപ്പുമായിരുന്നു. എന്തുവാ അലമ്പുണ്ടാക്കുന്നത്? എടുക്കാൻ പോകാൻ കഴിയാഞ്ഞിട്ട് ഇങ്ങനെ എന്തൊക്കെയോ പറയുന്നുണ്ട്. പറയുന്നൊക്കെ ഉണ്ട്, എന്നാണെന്ന് ആർക്കറിയാം. എന്നെ കൊണ്ട് എന്റെ അമ്മയുടെ അടുത്ത് ആക്കടാന്ന് പറഞ്ഞതാണ്. ഈ എണ്ണാങ്കുണ്ടി നല്ലപോലെ ഇണങ്ങുമല്ലേ? പിന്നെ നന്നായിട്ടുണ്ട്. ഇവരുടെ ആൾക്കാരും പരിപാടി കൊടുത്തു വിട്ടേക്കാം, ആരും വരുന്നില്ലല്ലോ. അല്ലാതെ രാത്രി തന്നെ കഴിക്കാത്തവരുപയോഗിക്കാൻ പറ്റത്തില്ലല്ലോ. കൂടിന്റെ അകത്തിനും ഇട്ട് കൂട് വാങ്ങിച്ചില്ലേ? സന്ധ്യ ആകുമ്പോഴത്തേക്കും വരൂടാ. അച്ഛനും അമ്മയൊക്കെ വന്ന് കൊണ്ടുപോക്കോളൂ. അടുക്കളയിലോട്ട് ഇറങ്ങാനാ. അങ്ങോട്ട് ഇറക്കി വിട്ട് ഇങ്ങോട്ടൊന്ന് വിട്ടു നോക്കിയ മേശപ്പുറത്തോട്ട്. ഇതെന്നെ കോഴിയോ? ചെറുപ്പത്തിൽ ഇവ വേഴാമ്പൽ കാറുന്ന പോലെ നിന്ന് കാറുമായിരുന്നു. ഈ വേഴാമ്പൽ അങ്ങനെ എങ്ങാണ്ട് കിടന്ന് കരഞ്ഞപ്പോ ഇവരെ വേഴാമ്പൽ കാറുന്ന പോലെ കാറി. കുറെ കാറി കഴിഞ്ഞപ്പോഴത്തേനോട്ട് വേഴാമ്പൽ അതും കാറിപ്പോണ്ട് വിട്ടിട്ട് പോകും. പോത്തില്ലേ? പോന്നില്ലേ? ഇവന്മാരെയൊക്കെ പേടിയാ. അവനും മനസ്സിലായി എന്റെ അടുത്ത് വന്നിട്ട് വല്ല കാര്യമൊന്നും എല്ലാം കിട്ടത്തുള്ളൂ അല്ലടാ. മഴ വന്നപ്പോ വല്ല കൂട്ടിന്നും താഴെ പോയതാണോ അതോ വല്ല വല്ല ജീവിയും കുത്തി അതിനെ ശല്യം ഉണ്ടാക്കിയിട്ട് വാലൊക്കെ കടിക്കുന്നു. സ്വന്തം മാനല്ലേ അടിച്ചിരുന്നവരെന്ന് കടിച്ചോട്ടെ. അമ്മയുടെ കയ്യിലോട്ട് കേറി ആണ്ട പാത്രത്തിൽ സവോള ഇതിലൊക്കെ നടപ്പുണ്ട്. അരിയുവാണോ ഈ സവോള? സവോള അരിഞ്ഞല്ലേ ഉണ്ടാക്കുന്നേ. അരിഞ്ഞു ഇതന്നെ പിന്നെ ഇന്നിപ്പം അവര് വരുമെന്ന് പറഞ്ഞുകൊണ്ടാണ് പെട്ടെന്ന് സവോള ഇവിടെ ഉണ്ടാക്കുന്നത്. വരുന്ന ആൾക്കാരെ കളിപ്പിക്കാനുള്ള പരിപാടിയാ അല്ലേ? എന്നാണ് ഈ സവോള അരിയുന്നതിന്റെ അടുത്ത് വന്ന് ഇരിക്കാൻ പറ്റത്തില്ല. അരിയുന്നവർ ഇത് സ്ഥിരമായിട്ട് അരിഞ്ഞോണ്ടിരിക്കുന്നല്ലേ? അതെ 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 അതെ. ഒരു ചാക്ക് അരിഞ്ഞാലേ എന്റെ കണ്ണ് നിറയ്യ. ആണോ? അത് ഇച്ചിരി കണ്ണി എന്നാ പറയുന്നത്, കണ്ണിച്ചോരയോ അതൊക്കെ വേണം. എനിക്ക് കണ്ണിച്ചോര കുറവാണ്. ആണോ? നിനക്കൊക്കെ പണിയെടുക്കാൻ കഴിയാനായിട്ട് പറയുന്ന അടവല്ലേ, അല്ലാതെ അതെ കണ്ണു നീറുന്നൊക്കെ അല്ലേ? കുറെ കേട്ടതാ. ഇതൊക്കെ ഒരു കുറെ നാളുകളായിട്ട് ഒക്കെ അരിഞ്ഞോണ്ടിരിക്കുന്നതായതുകൊണ്ട് അവർക്കൊന്നും കുഴപ്പം വരത്തില്ല.
പണിയെടുത്ത് പഠിച്ചോണ്ടാണ് നിങ്ങളെ പോലെ കളിപ്പിച്ചില്ല. ആ അതെ അതെ അതെ. അതിനെ എടുക്കൊന്നും വേണ്ട, അത് അതിൽ നടന്നോട്ടെ. എന്റെ അടുത്ത് വരുന്നില്ല. ആ നീ കുഞ്ഞല്ലേ, അതുകൊണ്ടാണ്. നിന്നെ ഇഷ്ടപ്പെട്ടു. ആണോ? നീ അതിലേ നടന്നാലൊന്നും അത് വരികയില്ല. ആളവിടെ പോയി ഇതാ വരുന്നു. പേടിയാ പോകാനേ. കേറുമ്പോ എനിക്ക് പേടിയാ. ചൂര വലിഞ്ഞേറുന്നു, കമ്പി കൂടെ പോകുന്നത്. അമ്മ കയറി കാലത്ത് സ്ഥലം വല്ലതും ഉണ്ടോ അതിന്? അതൊന്നുമില്ല. കുപ്പിയെല്ലാം മറിച്ചിട്ട് പോയി. ആ കമ്പി കൂടെ തന്നെ തിരിച്ചും വരുമായിരിക്കും. അടുക്കള എല്ലാം കുളവാക്കി. നീ ഇപ്പൊ നിന്റെ വീട്ടിൽ പറഞ്ഞത്. അതെ 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 അതെ. ഒരിതുമില്ല, സ്പൈഡർമാൻ പോലെയാ. കഴിഞ്ഞിട്ട് അങ്ങനെ കയ്യിൽ പണിയും ചാടിപ്പോയി. ഇടയ്ക്ക് കഥ തുറന്ന് നോക്കണം. അതിന്റെ അമ്മ അപ്പുറത്ത് നിൽപ്പുണ്ടോ കേട്ടോ. ഉണ്ടെങ്കിൽ പറഞ്ഞു വിട്ടേക്കാം. ആ കണ്ടോ പറഞ്ഞത്. ഞാൻ പോകുന്നില്ല, ഇവിടെ ഇഷ്ടപ്പെട്ടേന്ന്. അപ്പൊ മഴയും നനയണ്ട, തിന്നാനും കിട്ടും. അതെ. എല്ലാവരും തോളെ കയറി ചാടി നടക്കുകയും ചെയ്യാം. പഴത്തിന് പഴം, അവലിന് അവല്, എന്താ സാധനം എല്ലാം ഇല്ലേ. കണ്ടോ അമ്മേ, എന്നാ സ്നേഹമാണ് അണ്ണാനോട്. സവോളവട വേണോ അണ്ണാനോട്? നമ്മളോട് പോലും അത്ര സ്നേഹമില്ലല്ലേ? അതെ അതെ. അതിനെ കെട്ടിപ്പിട്ട് തേനെ ഉമ്മ നടക്കുമല്ലോടാ. ഇത് കണ്ടോ, പോകുകയല്ല തോളെ ഇറങ്ങി. കണ്ടോ നിക്കുന്നേ. നമ്മുടെ കാര്യം തോളിൽ അത്രയും കയറാൻ വരികയില്ല. ഞാൻ ഇപ്പൊ കൊണ്ട തോട് കാണിച്ച് വരത്തേ ഇല്ല. ഊർന്ന് അച്ഛ ഏറ്റവും വന്നിട്ട് ഊർന്ന് വന്നാലും തിരിച്ച് കൈ വെച്ച് കയറിപ്പോവും. ഇഷ്ടപ്പെട്ടു പോയത്. ഇങ്ങോട്ട് നോക്കി പെറുക്കി എടുത്തേച്ച് ഇങ്ങോട്ട് അടുപ്പിച്ചു. ഇങ്ങോട്ട് ഇതെന്നെയൊക്കെ അരിയുന്നേ. സവോള അരിഞ്ഞോ, പച്ചമുളകും ഇഞ്ചി അരിഞ്ഞോ. കരിയാപ്പിലയും കൂടെ അരിഞ്ഞിരുന്നു. അതിനകത്തോട്ട് ഇച്ചിരി ഇതിടുവാണേ, പെരുംജീരകവേ. എന്നാ പരിപാടി? സവോള വട, സവോള വട. നിനക്ക് വേണ്ടായിരിക്കും. പിന്നെ അവന് ഭയങ്കര ഇഷ്ടമാണ്. നോക്കട്ടെ. സ്കൂളിലൊക്കെ ചെല്ലുമ്പോഴേ ഉള്ളിവടേ, സവോള വട. സ്കൂളിലൊക്കെ ചെല്ലുമ്പോൾ അവിടുന്ന് ക്യാൻറ്റീനിൽ നിന്നൊക്കെ തിരുന്നല്ലേ. ഗസ്റ്റ് എന്ത് ചെയ്യും? ഗസ്റ്റൊക്കെ വരുന്നുണ്ട്. ആ ഗസ്റ്റ് അല്ല, മറ്റേ ഗസ്റ്റ് ഇത് എൻ്റെ തോളായിരിക്കും. അത് ഗസ്റ്റ് അല്ല, ഇപ്പൊ മെമ്പറായി. ഇതിപ്പോ നമ്മുടെ മെമ്പറായി. നിന്നോട് ഒരു മൈൻഡും ഇല്ലല്ലോടാ, നീ രക്ഷിച്ചോണ്ട് വന്നിട്ട്. ഇതിനി കുറച്ചു ദിവസം കൂടെ കഴിഞ്ഞാൽ മിക്കവാറും റേഷൻ കാർഡിൽ ചേർക്കൂന്ന്. ഇതെന്നറിയോ, അതിന് മനസ്സിലായി. ഈ തറവാട്ടിൽ എല്ലാ പരിപാടിയും ചെയ്യുന്ന ഞാനാന്ന് മനസ്സിലായി. അതുകൊണ്ട് എൻ്റെ അടുത്ത് ഒന്ന് ഒട്ടിയിരിക്കുക. ഞാൻ പിടിച്ചോണ്ട് വന്നില്ല. നീ പിടിച്ചോണ്ട് വന്നല്ല, നിന്റെ അടുത്ത് വന്ന് ഇരുന്നല്ലേ. അപ്പൊ അതിങ്ങനെ നോക്കിയപ്പോഴത്തേക്ക് നീ എടുത്തു. കാരണവരുടെ അടുത്ത് തന്നെ കൂടാന്ന് വെച്ച് അങ്ങനെ ഇരുന്നാ തോളാൻ ഇറങ്ങിയിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ഉറങ്ങൂടായിരുന്നു. നിങ്ങളുടെ കൈ എടുക്കൊണ്ട് ആണ്ടിട്ട് നോക്കുന്നു. വിക്രമാദിത്യന്റെ അപ്പനും അമ്മയും അമ്മമായിരിക്കും അളന്നു നോക്ക്. പോപ്പി ഇച്ചിരി കടം കാപ്പി വെക്കാവോ? വെള്ളം തിളച്ചതാ, എടുത്താൽ മതി കാപ്പി. കോപ്പി ഓർക്കുന്നത് ഞാൻ ഇങ്ങോട്ട് വരാനിരുന്നു. എന്നെ കൊണ്ട് തന്നെ കടിക്കാപ്പി എടുക്കാൻ. എനിക്ക് ചായ മതി, പോയി പാല് വാങ്ങിച്ചിട്ട് വരാം. വൈകിട്ടത്തെ കിടങ്ങാപ്പി ഓപ്പി എടുത്താലേ അതെ ശരിയാവത്തുള്ളൂ. പൊടിയിട്ട ഉപ്പിട്ട് എന്നാ അമ്മ പൊടിയൊക്കെ ഇതിനകത്തോട്ട് ഇനി ഉപ്പിട്ട് നല്ല പോലെ ഒന്ന് എടുക്കണം. എന്നിട്ട് പൊടിയിടാം. ഇട്ടെ എത്ര ഉപ്പ് വേണ്ട? പൊടി ഇടുമ്പോ മതി. മതിയോ? മതിയായിരിക്കും. മതിയോ? ഇല്ലെങ്കിൽ പിന്നെ വേണം നോക്കിയിട്ടില്ല. നന്നായിട്ട് വേഗം ഇടണം. തിരുമിയിട്ട് പിന്നെ എന്നൊക്കെ പൊടി ഇടുന്നേ. ദേ കാപ്പി ഇടുന്നുണ്ടോ? ആർക്കൊക്കെ വേണം പഞ്ചാര? എനിക്ക് മാത്രം മതിയായിരിക്കും. പോപ്പി സ്പെഷ്യൽ ചായ അല്ല കാപ്പി. സവോള ഇപ്പൊ താഴെ വരെ. ഇച്ചിരി നേരം വെച്ചേക്കണ്ടേ? ശകല നേരം ഇരിക്കുവാണെങ്കിൽ സവോളയുടെ വെള്ളം ഇറങ്ങും. പക്ഷെ ഇപ്പൊ സമയമില്ലല്ലോ. ഓ അടുത്ത് ചെന്ന് നിന്നിട്ട് എന്റെ കണ്ണ് കയറുന്നു. ആച്ചമച്ചിക്കണ്ടോ കണ്ണും നീറുന്നില്ല. കണ്ണാടി വെച്ച ആർക്കും നിറത്തില്ല. ഇതെന്നാ പൊടി? അത് കടലമാവ്. ഇത് കടലമാവിനാണ് സവോള വട ഉണ്ടാക്കുന്നത്. ഉള്ളിവട സവോള അല്ല, നമ്മൾ ഉള്ളിവട ഉണ്ടാക്കല്ലേ, അത് മൈദ മാവിനകത്ത്.
അപ്പൊ ഇന്നത്തെ സബോള വട ഇന്നത്തെ സവോള ഇവിടെ കടലമാവിലുണ്ടായിരുന്നു. കായം കായ ഇടണം, പിന്നെ പൊടി ഇടണം. പൊടിയല്ല പൊടി ഇടട്ടെ, ഒത്തിരി നേരം വെച്ചേക്കാൻ നേരമില്ല. സമയമില്ലല്ലോ, അതുകൊണ്ട് പൊടി ഇട്ടേക്കാം. കടലമാവ് ഇടുന്നേ. കടലമാവ് കടലമാവ് ഇതായിരിക്കും അല്ലേ. ഉപ്പുപൊടി അല്ല ഉപ്പുപൊടിയല്ല ഇനി കായപ്പൊടി. കായം അത് ചെറുട്ട് കിട്ടും. കായം നല്ലപോലെ ഇടുന്നത് നല്ലതാണ്. കായപ്പൊടി, ഇനി മുളക് പൊടി. ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇടണേ. ഉള്ളി മഞ്ഞപ്പൊടി ഇല്ലേ. ഇച്ചിരി മഞ്ഞൾപ്പൊടി, ഒരു കളർ വരണേ. ഇനി അതെല്ലാം കൂടെ ഇളക്കി സെറ്റ് ആക്കാം അല്ലേ. ഇതിനകത്ത് ഇച്ചിരി ഇതിടണ്ടേ, മസാല പൊടിയോ? തുള്ളിയിട്ട് മസാല മസാലപ്പൊടി ഇച്ചിരി ഇടണം. ഇടുന്നവരും ഇടാത്തവരും ഉണ്ട്. നമുക്ക് ചെയ്യാനില്ല. ഏതാണ്ട് ചിക്കൻ മസാല ഇടണോ അതോ ഗരം മസാല ഇടണോ? മറ്റേ ഗരം മസാല പൊടിച്ചാൽ കൂട്ടി സാധനം മതി. മതി മതി മതി. ഇനി എല്ലാം കൂടെ ഇളക്കി സെറ്റ് ആക്കുമല്ലേ. സെറ്റ് ആക്കിക്കോ. കാപ്പി എടുത്തോടെ. കോഫി കാപ്പി ഏതാണ്ട് ഇതാറേ താങ്ക് യു. അച്ചമ്മച്ചിയുടെ നിന്റെ വീട്ടിൽ കൊണ്ടെടുത്തോ. മാവൊക്കെ റെഡി ആയിട്ടെ ഇതെന്നാ സെറ്റ് ആകുമോ ചുമ്മാ വെച്ച് നോക്കുന്നതാണോ? ചുമച്ച് പരത്തി നോക്കിയത് സെറ്റ് ആകുമോന്നോ? കയ്യെ ഒട്ടുന്നുണ്ടോന്ന് അറിയാനേ. ഒട്ടുന്നൊന്നുമില്ല. ഒരെണ്ണം പരത്തി കാണിച്ച്. പരത്തി കാണിക്കാൻ എണ്ണ ഒഴിക്കട്ടെ. എണ്ണ ഒഴിച്ചിട്ട് തിളച്ചിട്ടേ പരത്തി എണ്ണക്കകത്തോട്ട് തിളച്ച എണ്ണക്കകത്തോട്ട് ഇടണം. ഞങ്ങൾക്കുള്ള വീതം ഉണ്ടോടേ. അതുകൊണ്ട് പമ്മിരുന്ന് ഉറങ്ങുന്നു. ഞങ്ങൾക്ക് സോളോടെ വേണം കേട്ടോ. പെട്ടെന്ന് റെഡിയായിരിക്കും. നിങ്ങളുടെ ഇപ്പം ഞങ്ങൾ തന്നു വിടും. കണ്ടോ, വേണമെന്ന് പറഞ്ഞപ്പോഴേ കാണി. അച്ഛ വർത്താനം പറയുമ്പോ അവനും തിരിച്ചെന്തോ പറയുന്നുണ്ടല്ലേ. അതെ അതെ എന്തോ പറയുന്നുണ്ട്. ഇപ്പൊ അവരുടെ ഭാഷ അവർക്ക് മാത്രമേ മനസ്സിലാവൂ. പറയ്. മൂന്നെണ്ണം വിളിച്ചിട്ട്. പറയ്. ഇതെന്നാ ചുമച്ചി പരത്തുന്നില്ലേ? പരത്തുന്നില്ലടാ. പരത്തി എണ്ണയിലോട്ട് ഇട്ടാൽ മതി. ഞാൻ ചുമ്മാ ഇത് കയ്യാ പിടിക്കുന്നുണ്ടോ ഞാൻ പരത്തി നോക്കിയതാ. എന്നാ എണ്ണയൊക്കെ സെറ്റ് ആവട്ടെ. എന്നാ ചൂടാകട്ടെ. എന്നാ തിളക്കണം. തിളച്ച എണ്ണയിലോട്ട് ഇടാൻ പറ്റുള്ളൂ. അപ്പൊ എണ്ണയൊക്കെ ചൂടായിട്ടുണ്ട്, ഇട്ട് കൊടുക്കാം അല്ലേ. നല്ല കഥയാണല്ലോ പറയുന്നത്. അതെ അതെ അണ്ണ ഇത് ചടങ്ങാണല്ലോ അമ്മേ. ഇതിപ്പോ ഞങ്ങളെ സ്നേഹിക്കാൻ പറ്റിയതല്ലോ. ഇത് തുടങ്ങാൻ എന്നോട് ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുത്തു. കൈയിട്ട് അമ്മ നമ്മളെ കൂടെ കേട്ടാ അമ്മനെ കൊണ്ട് കിടക്കട്ടെ. കുഞ്ഞിനെ കൊടുത്ത് എണ്ണാനെ കിടത്തിയ നല്ല ദിവസമായിരിക്കും. കുഞ്ഞിനെ ചപ്പി ഉറക്കോ അല്ലേ? പിന്നെ നല്ല AC കാലാവസ്ഥയിലാണ്. ഇവിടെ ഇപ്പം ഉള്ളിവിടെയൊക്കെ സെറ്റ് ആവുന്നു. ഇവിടെ എണ്ണ തോളയിരിക്കുന്നു. എണ്ണക്കാട്ട് പൊരി വരെ. ഉള്ളിവിടെയാണോ സവോളയോടെയാണോ അമ്മേ? ഇത് സവോള. ഇത് സവോള. അത് രണ്ടും ഒന്നല്ലേ? രണ്ടും ഉള്ളിയും സവോളയല്ലേ? സവോള തന്നെ ഉള്ളിവടയ്ക്കും. പക്ഷെ രണ്ടിന് രണ്ട് പേര്. അത് കുഴച്ച് പുളിപ്പിച്ചെടുക്കും. അതുപോലെ സകലം സവോളയിൽ ചേർക്കുന്നു. മൈദ കൂടുതലെടുക്കും. എന്നിട്ട് ഇത് കടലമാവ് ചേർത്തിട്ട് ഏറെ സവോള കുഴയാൻ മാത്രമുള്ള പിന്നെ കടലമാവേ ചേർക്കുന്നു. ഉള്ളിവട ഉണ്ടാക്കുമ്പോൾ നമ്മൾ നേരത്തെ കുഴച്ചെടുക്കും. എന്നാ സവോള വട മറിച്ചിട്ട് വേണോ? മറിച്ചിട്ട് വേണോ? ഇത് പെട്ടെന്ന് ചുമന്നില്ലേ.
കടലമാവായതുകൊണ്ടേ. അത് മറിച്ചതായിട്ട് അമ്മച്ചി അല്ലേ? പക്ഷെ നല്ലപോലെ ഇതാവുന്നുണ്ട്, രണ്ട് സൈഡും ഒരേ കളറായി. അത് കടലമാവായതുകൊണ്ട് ആ കളർ. പിന്നെ നമ്മൾ മുളക് പൊടിയൊക്കെ ചേർത്തില്ലേ. ആദ്യം വിട്ടതൊക്കെ മൂത്തിട്ടുണ്ട്, അതിന് എടുക്കാം. ഓരോന്നോരോന്നായിട്ട് എടുത്തോളൂ. ഫസ്റ്റത്തെ തന്നെ എണ്ണ പോകാനായിട്ട് കുറച്ച് നേരം മുമ്പേ എടുത്തു വെച്ചാണോ? അതേ ആദ്യം വിട്ടതായിരുന്നു. അത് നേരം നല്ല തീ ഉണ്ടായിരുന്നോണ്ട് പെട്ടെന്ന് മൂത്തു. നടുക്ക് കിടക്കുന്നവനൊരു കളറും ഇല്ല, ഒന്നും ഇല്ല കണ്ടോ. ഏറ്റവും അവസാനം വിട്ടാണ്. വെറുതെ അല്ല, അവനൊരു കളറായില്ല, അത് മൂത്ത് വരുന്നുള്ളൂ. ഓരോന്ന് കോരി ഇതങ്ങ് ഇട്ടോ. നല്ല ക്രിസ്പി സവോള കൂടെ റെഡി. അപ്പോഴേ എല്ലാം കൂടെ അങ്ങ് വറുത്ത് കോരി എല്ലാം കൂടെ അങ്ങ് സെറ്റാക്ക്, എന്നിട്ട് നമുക്ക് കഴിച്ചേക്കാം. ഇത് വിരുന്നുകാർ വരുന്നതിനാ ആദ്യം. നമ്മക്ക് ആദ്യം കഴിച്ചിട്ട് കൊടുക്കാം. അങ്ങനെയല്ല, വിരുന്നുകാർ വരുന്നവർക്ക് കൊടുത്തിട്ട് രീതി ഉണ്ടെങ്കിൽ നമ്മൾ കഴിച്ചാൽ മതി. അവര് വിരുന്നുകാരല്ലല്ലോ, എല്ലാരും വീട്ടുകാരാ. എന്നാ എല്ലാം ചുട്ടു അല്ലെ? നിനക്ക് വേണമെങ്കിൽ നീ ഒന്നോ രണ്ടോ എടുത്ത് കഴിച്ചു, അതിന് കുഴപ്പമൊന്നുമില്ല. എല്ലാം സെറ്റാക്കി എടുത്തോളൂ. നമുക്ക് ചൂടെ കോരിയിടാം. എന്നാ ഉണ്ടാക്കണേലും ഒരു കാപ്പി നിർബന്ധം എന്ന് പറഞ്ഞവരെ. കാപ്പി എടുത്ത് തന്നാൽ പിന്നെ കുടിക്കാതിരിക്കാൻ പറ്റുമോ? എന്നാ എല്ലാം കോരി സെറ്റാക്കിക്കും. ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടോ? കണ്ണാപ്പിന്ന് വരും കേട്ടോ. നിന്റെ പേര് കണ്ണാപ്പി. എടുത്തോ, ധൈര്യമായിട്ട് എടുത്തോ. നമ്മുടെ മാത്രമല്ല, ആരും കാണത്തില്ലല്ലോ. ബജിയൊക്കെ റെഡിയായി വന്നപ്പോ തന്നെ കറണ്ട് പോയി. പെട്ടുണ്ടോ നമുക്ക് കഴിക്കാം. വെള്ള വെട്ടത്തിൽ കഴിക്കാം. ടേസ്റ്റ് കഴിച്ചു നോക്കിയടാ. ഏതുണ്ട് കേശു? കൊള്ളാമോ? സൂപ്പർ. അവൻ സോസ് നക്കുക. സോസ് മാത്രമേ കഴിക്കുന്നുള്ളൂ, വേറെ കഴിക്കുന്നില്ല. സോസ് മാത്രം മതി എന്നാണ്. നമ്മുടെ റൈഡർ കണ്ണാപ്പിക്ക് വിശക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഏതായാലും അങ്ങേരതേ കുറച്ച് പഴമൊക്കെ തിന്നുന്നുണ്ട്. നല്ല കാറ്റും മഴയാണ്, അതുകൊണ്ട് ഇങ്ങനെ നമുക്ക് അവരുടെ ആൾക്കാരൊന്നും വരാത്തതുകൊണ്ട് കുറച്ച് ദിവസം നമുക്ക് നോക്കാം, എന്നിട്ട് വിടാം. പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.